അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രേണുസുതി ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥയെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും പുതിയ അപ്ഡേറ്റുകളും ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചു. സാധനങ്ങളിൽ ഒന്ന് നീക്കം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് രേണു പറയുന്നു. മൂന്നാമത്തെ കീമോ കഴിഞ്ഞ് എഴുന്നേറ്റതേ ഉള്ളൂ. ഛർദിയായിരുന്നു, ഒപ്പം ക്ഷീണവും. കീമോ എടുക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന്. അതാണ് ക്യാൻസറിന് എല്ലാവരും ഇത്രത്തോളം ഭയക്കുന്നതും. ഛർദിക്കുമ്പോൾ ആര് അടുത്തുണ്ടെങ്കിലും ചേച്ചിയെ ഞാൻ വിളിക്കും. കുളിക്കുന്നത് അടക്കം ചെയ്യാണ്. പിന്നെ മനസ്സിൽ ക്യാൻസർ പിടിപെട്ടുള്ളതാണെന്ന് ഞാനും ചേച്ചിയും ട്രീറ്റ്മെന്റ് ബില്ലിൽ തിരിമറി കാട്ടി എന്നൊക്കെ പറയുന്നു. സുധിച്ചേട്ടൻ പൊതുസ്വത്തായി മാറിയത് അദ്ദേഹം മരിച്ച ശേഷമാണ്. അതേ സുധിച്ചേട്ടന് നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ലോക്ക്ഡൗൺ കാലത്ത് വന്നിരുന്നു. അന്ന് ആരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു രൂപ കൊടുത്ത് ആരും സഹായിച്ചിരുന്നില്ല. സഹായിച്ചവർ കുറ്റം പറയുകയും ചെയ്തു. മരിച്ച ശേഷമാണ് അദ്ദേഹം പൊതുസ്വത്തായത്. അതിനുമുമ്പ് ഞാനും എൻ്റെ കുടുംബവും മക്കളും മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എനിക്കുള്ള ക്യാൻസർ പെട്ടെന്ന് വ്യാപിക്കുകയാണ്. ഇനി സർജറി ഉണ്ട്. കൂടുതലായതുകൊണ്ട് ബ്രസ്റ്റ് നീക്കം ചെയ്യണം. ഒരു ബ്രസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യാൻ പറ്റില്ല. ആദ്യം അവർ ബ്രസ്റ്റ് സേവ് ചെയ്ത് കഴിയുമെന്ന് കരുതുന്നു. പിന്നീട് അത് സാധിക്കില്ലെന്ന് മനസ്സിലായി. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാം. എന്നിരുന്നാലും സാഹചര്യം മനസ്സിലാക്കാൻ ഡോക്ടർ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് സർജറിയൊക്കെ ലഭ്യമാണ്. തേർഡ് ഡി സ്റ്റേജ് കഴിഞ്ഞു എനിക്ക് രേണു എന്ന് പറഞ്ഞു. പിന്നൊരു സഹോദരിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചത് രമ്യയാണ്. ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് കരുതിയില്ല. സർജറി കൂടി കഴിയുമ്പോൾ രേണു ഓക്കെ ആകും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഋതപ്പന് രേണുവിൻ്റെ അസുഖം എന്താണെന്ന് ഒന്നും അറിയില്ല. അമ്മയ്ക്ക് വയ്യാന്ന് മാത്രമേ അറിയൂ. നമ്മൾ ടൂർ പോകുന്നത് ഇനി എന്നാണ്? ഡിസംബർ ആകുമ്പോഴേക്കും അമ്മ എഴുന്നേൽക്കുമോ എന്നൊക്കെ വന്ന് ചോദിക്കും. രേണുവിൻ്റെ മുടി പോയത് അവനറിയാം. രേണുവിനെ ഒന്നും ചോദിച്ച് അവൻ വിഷമിക്കാറില്ല. രേണുവിനെ ആക്രമിക്കുന്നവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതൊക്കെ.